സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പണിമുടക്ക് നടന്ന ദിവസമാണ് ഇന്ന്. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമായിരുന്നു നഴ്സുമാർ സേവനം നടത്തിയത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പണിമുടക്ക് നടന്നത്. വാർഡ് ഡ്യൂട്ടികളിൽ നിന്നും നഴ്സുമാർ പൂർണ്ണമായും ഇന്ന് വിട്ടുനിന്നു. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പണിമുടക്ക് ഇന്ന് നടന്നത്. 490ഓളം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് ഈ പണിമുടക്കിൽ പങ്കെടുത്തത്. അപ്പോൾ എന്തൊക്കെയാണ് നഴ്സുമാരുടെ ആവശ്യം, എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ശമ്പള പരിഷ്കരണവും 40,000 രൂപ അടിസ്ഥാന ശമ്പളവും ഉൾപ്പെടെ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ നഴ്സുമാരുടെ സമരം. UNAയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് നഴ്സുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ 490ഓളം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് ഈ പണിമുടക്കിൽ പങ്കെടുത്തത്. അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നത് വിശദമായി നോക്കിയാൽ, അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുക, ആരോഗ്യ മേഖലയിലെ കരാർ നിയമനങ്ങൾ നിർത്തലാക്കുക, ഡോക്ടർ ബൽറാം കമ്മിറ്റി റിപ്പോർട്ട്, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി റിപ്പോർട്ട് എന്നിവ പൂർണ്ണമായും നടപ്പിലാക്കുക, വീരകുമാർ കമ്മിറ്റി പ്രകാരമുള്ള ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കുക, നഴ്സിംഗ് അധ്യാപകർക്ക് UGC സ്കെയിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജീവനക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രോഗി നഴ്സ് അനുപാതം നിയമാനുസൃതമായി നടപ്പിലാക്കുക, ലേബർ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക, PSC വഴി സ്ഥിര നിയമനങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള അവരുടെ ജോലിയെ ബാധിക്കുന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ എന്തുകൊണ്ടാണ് ജോലി നിർത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പണിമുടക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നതുകൂടി നോക്കിയാൽ, ശമ്പള വർധനവ് നടപ്പിലാക്കാതിരിക്കാൻ കാരണം സർക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നതാണ് UNA ആരോപിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. ഫെബ്രുവരി 21 ഒരു സൂചനാ പണിമുടക്ക് അവർ നടത്തിയിരുന്നു. അത് കണ്ടില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ അവർ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു പണിമുടക്ക് സമരത്തിലേക്ക് നഴ്സുമാർ എത്തിയത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നഴ്സുമാർക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ വേണം എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആരാണോ തങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നത്, അതിനനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നത്, അവരെ മാത്രമേ പിന്തുണയ്ക്കുകയുള്ളൂ എന്നുകൂടി നഴ്സുമാരുടെ അസോസിയേഷൻ വ്യക്തമാക്കുകയാണ്. എല്ലാവരെയും സമരപ്പന്തലിലേക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടേറിയറ്റിനെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ ഇവരുടെ ഈ മുന്നറിയിപ്പ് സമരം ഫലം കണ്ടില്ല എങ്കിൽ നീങ്ങും എന്ന ഒരു കാര്യം കൂടി സംഘടന ചൂണ്ടിക്കാട്ടുകയാണ്. അവഗണിക്കാൻ ശ്രമിച്ചാൽ വോട്ടിലൂടെ അത് പ്രതിഫലിപ്പിക്കും എന്നതാണ് UNA അവകാശപ്പെടുന്നത്. ജാസ്മിൻ ഷായുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഏത് രീതിയിലും സർക്കാർ ഉത്തരവിറക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് പോകണമോ, അതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ തുടരണമോ എന്ന കാര്യം ഇന്ന് വൈകുന്നേരത്തെ കൺവെൻഷൻ ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് എല്ലാ പാർട്ടികളോടും ഇവിടെ വരണം, അവരുടെ ഐക്യദാർഢ്യം വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതറിയാം. അവർ വരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതമാണ്. ഞങ്ങളെ സഹായിക്കുന്നവർക്കൊപ്പമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ ഉണ്ടാകുക എന്നുള്ള കൃത്യമായ സന്ദേശം ഞങ്ങൾ കൊടുക്കും. ഞങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ചാൽ അത് വോട്ടിലൂടെ കൂടി ഞങ്ങളെ പ്രതിഫലിപ്പിക്കും എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുക. അപ്പോൾ ജാസ്മിൻ ഷാ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നഴ്സുമാർ അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതുകൂടി അവർ കാണുന്നു. ഈ സാഹചര്യത്തിൽ ആരാണോ തങ്ങൾക്കൊപ്പം, തങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, അവർക്കായിരിക്കും തങ്ങളുടെ പിന്തുണ എന്നത് വളരെ വ്യക്തമായി തന്നെ UNA പറയുന്നു എന്നതുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കുന്നവരുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ 1 വർഷത്തിനകം നഴ്സുമാരുടെ വേതനം 40,000 ആക്കുമെന്ന് ഒരു വാഗ്ദാനം കോൺഗ്രസ് UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത് കൂടി നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും പ്രശ്നപരിഹാരത്തിന് മാനേജ്മെന്റുമായി ചർച്ച വേണം എന്നതാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത്. മാനേജ്മെന്റുകളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നഴ്സുമാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാഴ്ച എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു സമയമാണ്. അതിനിടയിൽ ഒരു തീരുമാനത്തിലേക്ക് പോവുക അസാധ്യം എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ പക്ഷേ ഇക്കാര്യത്തിൽ പറയുന്നത് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ തീരുമാനമുണ്ടായാൽ അതിനനുസരിച്ച് പെരുമാറുക എന്നത് മാത്രമാണ് തങ്ങളുടെ
തങ്ങൾക്ക് കഴിയുക എന്നതാണ് സ്വകാര്യ മാനേജ്മെന്റുകളും ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും നഴ്സുമാർ മുന്നോട്ട് വെക്കുന്നത് അവരുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മാലാഖമാരെന്ന വിളിപ്പേര് മാത്രം പോരാ, തങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ശമ്പളവും വേണം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നഴ്സുമാർ വീണ്ടും പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും നമ്മൾ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ടതാണ് ആരോഗ്യമേഖലയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ മെച്ചപ്പെട്ട ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള പരിഗണന അവർക്ക് നൽകുന്നുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആ മെച്ചപ്പെട്ട ആരോഗ്യമേഖലയിലെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന നഴ്സുമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർക്ക് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ജോലി നിർത്തിവെച്ച് സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയേണ്ടി വരുന്നത് തന്നെ അതൊരു മോശം പ്രവണതയുടെ ഭാഗമാണ്. 7 വർഷമായി അവർക്ക് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ല. നമുക്കറിയാം സാധാരണ ജീവിതത്തിൽ വിലക്കയറ്റത്തിൽ തന്നെ എത്രമാത്രം വർധന ഈ 7 വർഷത്തെ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടിയന്തര ഇടപെടൽ വേണ്ടുന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മാലാഖമാരെന്ന വിളിപ്പേരിനൊപ്പം അന്തസ്സായി ജീവിക്കാനുള്ള അവസരവും നഴ്സുമാർക്ക് ഒരുങ്ങണം. അതുകൊണ്ട് തന്നെ അതിൽ അടിയന്തര ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.